ഇന്ന് പതിവില്ലാണ്ട് മോൾ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇവരിരുന്ന് പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മോൻ രാവിലെ തന്നെ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. തലേ ദിവസം ഇച്ചിരി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊന്ന് വേവിച്ചെടുക്കാൻ കരുതി. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് അന്ന് കുക്കറിലൊരു വിസിൽ വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കരുതി പുട്ടിനൊക്കെ ഒന്ന് നനച്ച് വയ്ക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചാറ് കുറവാണ്. അപ്പോൾ ഇത്തിരി ചൂടൻവെള്ളം ഒഴിച്ച് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുപയർ വേഗം ഒന്ന് വളർത്തിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച് ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ വഴന്ന് കഴിയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചെറുപയറും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്തേക്കാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ മക്കൾക്ക് സ്കൂളിലേക്കുള്ളതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. ഈ നേരം കൊണ്ട് ഞാൻ ഇത്തിരി ചായ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ എടുത്ത് നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോയി. അവളുടെ 2 പുസ്തകം പൊതിയാണ്ടായിരുന്നു. കഴിഞ്ഞത് അവൾ റെഡി ആയിട്ട് അവളും ചായ കുടിക്കാൻ കേട്ടോ. മോൻ എപ്പോഴും വന്നിട്ടില്ല. ഇനി മോൻ വരുമ്പോഴേക്കും ചായ കുടിച്ച് ഞങ്ങളും വേഗം പോകും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.